ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എന്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ കൊല്ലത്തുള്ള സാരഥിയുടെ ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വരാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ബ്രസ് കണ്ടോ. ഈ കിടക്കുന്ന ബ്രസ്സിലേക്ക് വന്ന സമയത്ത് 2025 വരുന്ന വാഹനങ്ങളിൽ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 5ഓളം ഫീച്ചേഴ്സാണ് ആഡ് ഓൺ ആയിട്ട് വരുന്നത്. പല കാര്യങ്ങളും ബേസ് മോഡൽ മുതൽ വരുന്നുണ്ട്, ചില കാര്യങ്ങൾ VXA മുതലുമാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ വന്ന മാറ്റങ്ങൾ, പ്രൈസിനകത്തുള്ള വ്യത്യാസം എത്രയാണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ VXAയുടെ പ്രൈസ് പറയാം. ഈ കിടക്കുന്നത് VXA മാനുവലാണ്. VXA മാനുവലിൻ്റെ പഴയ പ്രൈസ് 11,51,000 ഓൺ റോഡ് വന്നിരുന്നത്. നിലവിലിപ്പോൾ 11,57,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഏകദേശം ഒരു 6,000 രൂപ റേഞ്ചിൽ മാത്രമാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആയിട്ടുള്ളത്. അതായത് VXA വേരിയൻറ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആയത്. ഒരു 6,000 രൂപ നിങ്ങൾ എക്സ്ട്രാ കൊടുക്കുമ്പോൾ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് പറയാൻ പറ്റുന്നത്, ഇപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാ വാഹനങ്ങളും 6 എയർ ബാഗിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഈ ഒരു ബ്രസീലിലേക്ക് വന്ന സമയത്തും നിലവിൽ നേരത്തെ 2 എയർ ബാഗ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. നിലവിലിപ്പോൾ അത് 6 എയർ ബാഗിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രസ് എടുക്കുന്ന കസ്റ്റമേഴ്സിന്, ഇനി എടുക്കുന്ന കസ്റ്റമേഴ്സിനെല്ലാം 6 എയർ ബാഗ് മസ്റ്റായിട്ടും എല്ലാ വേരിയൻസിലും നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സേഫ്റ്റി വൈസ് അത് കുറച്ചുകൂടി വാഹനത്തിന് മുൻതൂക്കം നൽകുന്നുണ്ട്. ഇനി ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ നമുക്ക് നോക്കാം. ഇതിനകത്ത് കുറേ എക്സസൈസ് ചെയ്തിട്ടുണ്ട്, അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഓരോ പോർഷനിൽ എത്തുന്ന സമയത്ത്. ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് അവിടെ നിന്ന് പ്രത്യേകിച്ച് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഈ ഒരു ക്രോം എലമെൻറ്റ് നമ്മൾ ഈ ഒരു വേരിയൻറ്റിൽ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. ഇത് കമ്പനിയിൽ നിന്ന് വരുന്നതല്ല, എക്സ്ട്രാ ഒരു ക്രോം എലമെൻറ്റ് ആഡ് ചെയ്തതാണ്. ഈ ഒരു ക്രോം എലമെൻറ്റ് ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നതാണ്. സുസുക്കിയുടെ ഒരു ലോഗോ കൂടി കാണാം. ഈ ഒരു ഗ്ലോസി എലമെൻറ്റ് വരുന്ന ക്ലാഡിങ്ങും എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. അത് അക്സസറീസ് ആയിട്ട് ചെയ്തതാണ്. അതേപോലെ ഈ കാണുന്ന ഒരു ക്ലാഡിങ് ഉണ്ട്. ഈ ഒരു ഗ്ലോസി എലമെൻറ്റ് വരുന്ന ക്ലാഡിങ്ങും ഈ ഒരു വേരിയൻറ്റിൽ നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്, ഇൻബിൽഡ് ആയിട്ട് വരുന്നതല്ല. അവിടെ ഇപ്പോൾ ഈ ഒരു പോർഷൻ വരുന്ന സമയത്ത് ഈ 3 കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. അത്യാവശ്യം എയറിൻ്റെയും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മൾ അക്സസറീസ് ആയിട്ട് ചെയ്തൊരു കാര്യമാണ് ഈ കാണുന്ന ഫോഗ് ലാമ്പ്. ഇതിപ്പോൾ LED ഫോഗ് ലാമ്പ് യൂണിറ്റാണ് ചെയ്തത്. ഈ ഒരു ക്രോം എലമെൻറ്റ് നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തതാണ്. ഇത് ഇൻബിൽഡ് ആയിട്ട് വരുന്നതല്ല. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ നോക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഫോഗ് ലാമ്പ്, ഈ ഒരു ക്രോം എലമെൻറ്റ്, ഈ ഗ്ലോസി എലമെൻറ്റുള്ള ക്ലാഡിങ്, ഈ ഒരു ക്രോം എലമെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പ്രോട്ടോടൈപ്പ് ഹെഡ്ലാമ്പ് യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിൽ ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്നത്. ബേസ് മോഡൽ മുതൽ തന്നെ നമുക്കത് അവൈലബിൾ ആണ്. കുണ്ടിൻ്റെ പോർഷനൊക്കെ അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തത്. അപ്പം വേറെ മേജറായിട്ടുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ സംഭവിച്ചിട്ടില്ല. അത്യാവശ്യം അക്സസറീസ് ഒക്കെ ആഡ് ഓൺ ആയിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ സൈഡ് പ്രൊഫൈൽ, ഇപ്പോൾ ഈ ഒരു VXA വേരിയൻറ്റിൽ നമുക്ക് വീൽ കപ്പാണ് കിട്ടുക. അലോയ് വീലോ കാര്യങ്ങളൊന്നും ഈ VXA വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ അല്ല. ആ ഒരു വീൽ കപ്പിൻ്റെ കളർ തീം നല്ല രസമുണ്ട് കാണാൻ. 16 ഇഞ്ചാണ് ടയർ സൈസ്. 215/60R16 ഇതിൻ്റെ ഒരു ടയർ പ്രൊഫൈൽ വരുന്നത്. നോർമലി സിൽവർ കളറൊക്കെയാണ് എല്ലാവർക്കും വീൽ കപ്പ് നൽകാറുള്ളത്. ഈ ഒരു കളർ തീം നല്ല രസമുണ്ട് കാണാനായിട്ട്. 3995 mm ആണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്. 1790 mm വിക്തും 2500 mm വീൽ ബേസും 1685 mm ഹൈറ്റും 198 mm ആണ് ഈ വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്പനി നൽകിയിട്ടുള്ളത്. ഏകദേശം ഒരു 48 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഫ്യൂൽ ടാങ്ക് വരുന്നത് ആ ഒരു സൈഡ്, ഡ്രൈവർ സൈഡിൽ ഈ ഒരു സൈഡിലായിട്ടല്ല, ലെഫ്റ്റ് സൈഡ് ആ ഒരു സൈഡിലായിട്ടാണ് ഫ്യൂൽ ടാങ്കിൻ്റെ നൽകിയിട്ടുള്ളത്. ഡോർ ഹാൻഡിലൊക്കെ ബോഡി കളർ തന്നെയാണ് നമുക്കൊരു VXAയിൽ കിട്ടുക. മിററൊക്കെ വന്നാലും അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററൊക്കെ നമുക്ക് ഈ ഒരു VXA വേരിയൻറ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ, പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ അകത്തേക്ക് വരുമ്പോഴാണ് ഞാനത് ഓരോന്ന് കാണിച്ചത്. ആദ്യത്തെ ഒരു മാറ്റം ഞാൻ പറഞ്ഞു 6 എയർ ബാഗ് വന്നു എന്നുള്ളത് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി റിയർ സൈഡിൽ അങ്ങനെ പ്രത്യേകിച്ച് ചേഞ്ചസോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. LED ടെയിൽ ലാമ്പ് തന്നെ കാണാം. D4 ലൈനൊക്കെ വരുന്നുണ്ട്. ബ്രസയുടെ ഒരു ബ്രാൻഡിങ്ങും അതേപോലെ സുസുക്കിയുടെ ലോഗോയും നൽകിയിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽ പറഞ്ഞ സമയത്ത് 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ഒരു ക്ലാഡിങ് ഉണ്ടോ, ഈ ക്ലാഡിങ് നമ്മൾ അക്സസറീസ് ആയിട്ട് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. ഈ കാണുന്ന ആ ഒരു ഗ്ലോസി എലമെൻറ്റുള്ള ക്ലാഡിങ് നമ്മൾ അക്സസറീസ് ആയിട്ട് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. പിന്നെ ഈ ഒരു ക്രോം എലമെൻറ്റ് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. ഈ ഒരു റെയിൻ ഗാർഡ് നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൈഡ് പ്രൊഫൈൽ നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നത്. ആ ഒരു ക്ലാഡിങ് ഫ്രണ്ടിലും ചെയ്തിട്ടുണ്ട്, ആഡ് ഓൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന രീതിയിലാണ് ആ ഒരു ക്രോം എലമെൻറ്റ് ചെയ്തിട്ടുള്ളത്. റിയർ പോർഷനിലേക്ക് വന്ന സമയത്ത് നമ്മൾ ചെയ്ത 1-2 കാര്യങ്ങൾ, ഈ ഒരു ക്ലാഡിങ് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. ഈ ക്ലാഡിങ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ്. റിവേഴ്സ് ക്യാമറ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് കിട്ടില്ല, VXAയിൽ അവൈലബിൾ അല്ല. വേണമെങ്കിൽ അത് സിമ്പിളായിട്ട് ഷോറൂമിൽ തന്നെ ചെയ്യാം, ചെറിയ എമൗണ്ടേ വരികയും ഉള്ളൂ. പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ കാണാം. LED ടെയിൽ ലാമ്പാണെന്ന് പറഞ്ഞു. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും ഷാർപ്പിൻ ആൻറ്റിനയൊക്കെ തന്നെ വരുന്നുണ്ട്. ബൂട്ട് സ്പേസ് മോശമില്ലാത്ത രീതിയിൽ ബൂട്ട് സ്പേസ് ഉണ്ട്. 328 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. 60/40 സ്പ്ലിറ്റിംഗ് നമുക്ക് അവൈലബിൾ ആണ്. നിലവിൽ അത് പുതുതായിട്ട് വന്നതാണ്. ഈ ഒരു VXA മുതലാണ് നമുക്ക് 60/40 സ്പ്ലിറ്റിംഗ് കിട്ടുക. നേരത്തെ ബെഞ്ച് ഫോൾഡിംഗ് ആണ് VXAയിലൊക്കെ കിട്ടുക. ടോപ്പ് എൻഡിലേ ഉള്ളായിരുന്നു 60/40 ഒക്കെ. നിലവിലിപ്പോൾ അത് VXA മുതൽ ഈ ഒരു 60/40 സ്പ്ലിറ്റിംഗ് വരുന്നുണ്ട്. അത് നമുക്ക് പുതുതായിട്ട് എക്സ്ട്രാ വന്നൊരു മാറ്റമാണ്. പാർസൽ ട്രെയിൻ നമുക്ക് ഈ ഒരു വേരിയന്റിൽ വരുന്നുണ്ട്. അപ്പോൾ 2 മാറ്റങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. ഒന്നെന്താണ് 6 എയർ ബാഗ് കണ്ടു,
പിന്നെ വന്നൊരു മാറ്റമാണ് ഈ ഒരു 60-40 സ്പ്ലിറ്റിങ്. അത് നമുക്ക് എക്സ്ട്രാ വന്നൊരു മാറ്റമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ വേറെ മാറ്റങ്ങളൊന്നും നമുക്ക് പുറമേ നിന്ന് പറയാനില്ല. ജസ്റ്റ് ഇനി അകത്തേക്ക് പോവാം. ഇനി അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്ന സമയത്ത് എനിക്ക് ആദ്യം തന്നെ കാണിക്കാനുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു സീറ്റ് ബെൽറ്റ് കണ്ടോ, ഈ ഒരു സീറ്റ് ബെൽറ്റ് നേരത്തെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. അതായത് ഈ ഒരു രീതിയിലുള്ളൊരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടോ, ഇത് നേരത്തെ നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. നിലവിലിപ്പോൾ അത് ബേസ് മോഡൽ മുതൽ തന്നെ ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പുതുതായിട്ട് വന്നു. അത് നമുക്ക് എക്സ്ട്രാ വന്നൊരു മാറ്റമായിട്ട് ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ, അതായത് ഫ്രണ്ട് പോർഷനിൽ വന്ന മാറ്റമായിട്ട് എടുത്തു പറയാൻ പറ്റും. പിന്നെ 6 എയർ ബാഗിൻ്റെ ഓപ്ഷൻ ഞാൻ പറഞ്ഞാണ്, ഈ ഒരു സൈഡിലേക്കായിട്ട് 6 എയർ ബാഗിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് കാണാം. ഇനി ജസ്റ്റ് ഫീച്ചേഴ്സ് കൂടെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ടില്ല ടെലസ്കോപ്പ് ഇല്ല, ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നല്ല രീതിയിലുണ്ട്. 4 ഡോർ പവർ വിൻഡോയും മിറർ ഫോൾഡിംഗ് ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. കണ്ട ഫോൾഡിംഗ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു കൺട്രോൾ നൽകിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. സെൻട്രൽ ലോക്കൊക്കെ ഈ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് നമ്മൾ എക്സ്ട്രാ വെച്ചേക്കുന്നതാണ്. കാരണം സ്വിച്ചസ് ഒക്കെ കൺട്രോൾ എക്സ്ട്രാ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ അവർ ഇട്ടിട്ടുള്ളത്. നല്ല ഫിനിഷിംഗിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോറൂമിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടനും കാണാം. ബാക്കിയൊക്കെ നോർമലി വരുന്നത് പോലെ തന്നെയാണ്. സ്റ്റീറിംഗിൽ തന്നെ കൺട്രോൾസ് ഒക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. ലെതർ റാപ്പിഡ് അല്ല, ഈ ഒരു കവർ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. മാറ്റ് കാര്യങ്ങളൊന്നും നിലവിലിട്ടിട്ടില്ല. ക്ലസ്റ്ററൊക്കെ ഫുള്ളി ഡിജിറ്റലൊന്നുമല്ല, നോർമലി വരുന്നൊരു ക്ലസ്റ്റർ തന്നെയാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. കണ്ടോ, പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ്. ഇവിടെ നിന്ന് പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇൻബിൽഡായിട്ട് തന്നെ വരുന്നതാണ്. വേറെ മാറ്റങ്ങളൊന്നും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ആമർസ് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ അല്ല. അതായത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇവിടെയും നല്ല അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഹാൻഡ് ബ്രേക്കിൻ്റെ കൺട്രോളൊക്കെയാണ് ഇവിടെയായിട്ട് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ഫോണും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് വെക്കാനായിട്ട് സാധിക്കും. സീറ്റിൻ്റെ കളർ തീമൊക്കെ നല്ല രസമുണ്ട്. ഫുള്ളി ബ്ലാക്ക് ഫിനിഷാണ്. ഫ്രണ്ടിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ തന്നെയാണ് ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുള്ളത്. ബാക്കിൽ എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി കണ്ടതുമാണ്. സ്റ്റോറേജ് സ്പേസ് കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ ഒരു രീതിയിൽ മോശമല്ലാത്ത സ്റ്റോറേജ് സ്പേസും വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. സുസുക്കിയുടെ ലോഗോ ഒക്കെ ആ ഒരു സ്റ്റിയറിംഗിൽ തന്നെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ക്ലസ്റ്റർ ഓൺ ആക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. കണ്ടോ, കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ തീം തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ നൽകിയിട്ടുള്ളത് ഓൾറെഡി പറഞ്ഞു. ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ റിവേഴ്സ് ക്യാമറ നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സൗണ്ട് ഒന്ന് കുറച്ചുകൊണ്ട് FM കിടക്കുന്ന ടച്ച് പാഡ് തന്നെയാണ് ഫുള്ളി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഡാഷ്ബോർഡിൻ്റെ കളർ തീം നിങ്ങൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഡാർക്കായിട്ടുള്ള കളർ തീമാണ് ഡാഷ്ബോർഡിലൊക്കെ നൽകിയിട്ടുള്ള. ലൈറ്റ് തീമൊക്കെ വളരെ കുറവ് തന്നെയാണ്. അവിടെ ഒരു ഗ്ലോസി എലമെൻറ്റ് ആ ഒരു രീതിയിൽ പോയേക്കുന്നതായിട്ട് കാണാം. മിററൊക്കെ നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈ ഒരു പോർഷനിൽ മിററും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ നമുക്ക് ടിക്കറ്റ് ഹോൾഡർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു ഡാഷ്ബോർഡിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒന്നും തന്നെ വരുന്നില്ല. ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വന്ന ആകെ ഒരു മാറ്റം എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞാൽ ആ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ആകെ വന്ന മാറ്റം. അപ്പോൾ നമ്മൾ 3 മാറ്റങ്ങളാണ് മൊത്തത്തിൽ കണ്ടത്. ഒന്നുകൂടെ പറഞ്ഞേക്കാം, 6 എയർ ബാഗ് വന്നത്, 60-40 സ്പ്ലിറ്റിംഗ് വന്നത്, ആ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതാണ് 3ാമത്തെ മാറ്റം. ഇനി റിയർ സീറ്റിലേക്ക് കയറിയാൽ അവിടെ 1-2 കാര്യങ്ങളോട് നമുക്ക് പറയാനായിട്ടുണ്ട്. റിയർ സീറ്റിലേക്ക് ഞാൻ ആദ്യം സീറ്റ് ഒന്ന് നേരെ ഇട്ടോട്ടെ. നിങ്ങൾ ആ കാണുന്ന ആംറസ്റ്റ് കണ്ടോ, ആ ഒരു ആംറസ്റ്റ് നമുക്കിപ്പോൾ നിലവിൽ പുതുതായിട്ട് വന്നൊരു മാറ്റമാണ്. അതായത് നേരത്തെ ഉള്ള വേരിയൻസിൽ VXയിലൊന്നും നമുക്ക് ആംറസ്റ്റോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ലായിരുന്നു. ഈ ഒരു ആംറസ്റ്റ് നിലവിൽ എല്ലാ വേരിയൻസിലും നമുക്ക് അവൈലബിൾ ആണ്. അത് നിലവിലിപ്പം വന്ന പുതിയൊരു മാറ്റമാണ് എടുത്ത് പറയാം. അതിൽ തന്നെ 2 കപ്പ് ഹോൾഡർ നമുക്ക് അവൈലബിൾ ആണ്. റിയർ AC വെൻ്റൊക്കെ ഓൾറെഡി ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. ചാർജിങ് സോക്കറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. പിന്നീട് മാറ്റം വന്നതെന്ന് വെച്ചാൽ ഇതിലെ ചില വാഹനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, റിയർ സീറ്റിൽ ആ ഒരു സീറ്റ് ബെൽറ്റ് ആ ഒരു റിമൈൻഡർ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ ആളില്ലെന്നുണ്ടെങ്കിലും ഈ ഒരു സീറ്റ് ബെൽറ്റ് റിമൈൻഡർ കേട്ടുകൊണ്ടിരിക്കും. അതായത് ഈ ഒരു സീറ്റ് ബെൽറ്റ് നിലവിൽ കണക്ട് ചെയ്തിട്ടേക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു റിമൈൻഡറിൻ്റെ അതൊരു സംഭവം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അതിപ്പോൾ നിലവിൽ പുതുതായിട്ട് വന്നൊരു മാറ്റമായിട്ട് എടുത്ത് പറയാം. 2 ഹെഡ് റെസ്റ്റ് ഒക്കെ തന്നെ വരുന്നുണ്ട്. പാർസൽ ട്രേക്ക് ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു. അത് രണ്ടും അഡ്ജസ്റ്റബിൾ തന്നെയാണ് അവർ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോൾ 5ാമത്തെ മാറ്റം നമ്മൾ കണ്ടു. 1ാമത്തെ മാറ്റം എന്താണ്? 6 എയർ ബാഗ്. 2ാമത്തെ മാറ്റം നമ്മൾ പറഞ്ഞ എന്താണ്? 60-40 സ്പ്ലിറ്റിംഗ് വന്നു. 3ാമത്തെ മാറ്റം പറഞ്ഞ എന്താണ്? ആ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. 4ാമത്തെ മാറ്റം എന്താണ്? ആംറസ്റ്റ് വന്നു. ബേസ് മോഡൽ മുതൽ തന്നെ ആംറസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നൊരു മാറ്റം വന്നത് എന്താണ്? ആ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ റിമൈൻഡർ, അത് നമുക്ക് പുതുതായിട്ട് വന്നതാണ്. അപ്പോൾ ഇത്തരം മാറ്റങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ നിലവിൽ സംഭവിച്ചിട്ടുള്ളത്. പ്രൈസ് കൂടി എത്രയാണ്? ജസ്റ്റ് ഒരു 6000 രൂപ റേഞ്ചിൽ മാത്രമാണ് ഈ വാഹനത്തിന് പ്രൈസ് അവർ കൂട്ടിയിട്ടുള്ളത്. 1151 ആയിരുന്നു നേരത്തെ. നിലവിലിപ്പോൾ അത് 1157 മാറിയിട്ടുണ്ട്. എഞ്ചിൻ സ്പെക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു 1.5 ലിറ്ററാണ് എഞ്ചിൻ ഓപ്ഷൻ വരുന്നത്. ജസ്റ്റ് ഞാനൊന്ന് എഞ്ചിൻ ബേ ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം, ഒന്ന് കണ്ടേരെ. കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഫുള്ളൊന്ന് കാണണമല്ലോ. എഞ്ചിനിലേക്ക് ഒരു 1.5 4 സിലിണ്ടറാണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത്. ഡെലിവറിക്കായിട്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും ഒക്കെ കമ്പനി പറയുന്നുണ്ട്. മൈലേജ് CNG ഓപ്ഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. 1462 cc
104.7 bhp-യും 138 Nm ടോർക്കും, മാനുവലിന് 19, ഓട്ടോമാറ്റിക്കിന് 21, CNG-ക്ക് 25.51 എന്നിങ്ങനെയാണ് മൈലേജും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല സ്പേഷ്യസ് ആണ് ആ ഒരു എഞ്ചിൻ ബേ വരുന്നത്. ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല. ആ ഒരു എഞ്ചിൻ ബേയെ കുറിച്ച് പറയാനായിട്ട് ഒന്ന് അടച്ചോട്ടെ. അയ്യോ, ഇതിനകത്തല്ലായിരുന്നു തോന്നല്ലോ ഇടേണ്ടത്. ഓപ്പൺ ആക്കിക്കോട്ട്. ഓക്കെ എനിക്കൊന്ന് ഞാനത് കറക്റ്റായിട്ടല്ല തോന്നിട്ടത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് വിട്ടേ. അപ്പോൾ മൈലേജും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി സംസാരിച്ചു. മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു. ഇപ്പോൾ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് വാഹനത്തിൽ സംഭവിച്ചിട്ടുള്ളത്. വലിയ പ്രൈസ് ഇൻക്രീസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ കൂടുതലായിട്ട് അറിയാൻ താഴെ കാണിച്ച നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ കൈയോടെ തന്നെ താഴെ കാണിച്ച നമ്പറിൽ ബുക്ക് ചെയ്ത് വാഹനം സ്വന്തമാക്കാനാണ് നോക്കുക. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.